വാപ്പ മരിച്ചിട്ടേ ഉമ്മാക്ക് ഭയങ്കര ഡിമാൻഡ്. അല്ലാഹു റബ്ബി, എന്താ ഡിമാൻഡ്? കാരണം എന്താ? ഞങ്ങൾ 9 മക്കളാണ്. ഒരാഴ്ചക്ക് എത്ര ദിവസമുള്ളൂ? 7 ദിവസമുള്ളൂ. 2 ദിവസം ഉമ്മാൻ്റെ ഡിമാൻഡിന് ഓരോരുത്തരടുത്ത് ഓരോരോ ദിവസം നിന്നാലും പിന്നെ എന്താണ്? 2 വാക്കാണ്. എൻ്റെ ഉമ്മാൻ എൻ്റെ പെരയൊക്കെ വെള്ളിയാഴ്ച ഞാൻ വീട്ടിലുണ്ടാവും. വെള്ളിയാഴ്ച ഉമ്മാൻ എൻ്റെ പെരയൊക്കെ കിട്ടണമെങ്കിൽ ഒരാഴ്ച മുമ്പ് ഉമ്മാനെ വിളിച്ച് ബുക്ക് ചെയ്യണം. അമ്മ വെള്ളിയാഴ്ച ഞാൻ രാവിലെ വരും കേട്ടോ, നിങ്ങൾ വേറെ കൊടുക്കും പോകരുത്, ഞാൻ വണ്ടി ആയിട്ടാണ് വരാം. ഉമ്മാനെ ബുക്ക് ചെയ്ത് വെക്കണം. 8 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ 8:30 വരെ ഉമ്മ കാക്കും. പിന്നെ ഉമ്മ മറ്റവൻ്റെ അടുത്ത് കണ്ടു. പിന്നെ നമ്മൾ പോയിങ്ങാണ്ട് ഉമ്മാനോട് 8:40 ഉമ്മ നിങ്ങളോടൊക്കെ പോയി ഇജി വരാത്തിന് ഞാൻ എന്താട്ടണം, ഞാൻ കുഞ്ഞാക്കാനോട് നിൽക്കണ. നിങ്ങൾ എന്താ ഉമ്മാൻ്റെ ഡിമാൻഡ്? മക്കൾ 9 ഉമ്മ അടുത്ത കാലത്ത് വഫാത്തായി. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. പെണ്ണുങ്ങളെ പ്രസവിച്ചോളി നല്ല മട്ടായിട്ട്. ഇപ്പൊ കുറച്ച് പെണ്ണുങ്ങൾക്ക് കെട്ടിച്ചാൻ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ കട്ടക്കാലം കണ്ടുപോലുണ്ടോ പെണ്ണുങ്ങളെ? കുറച്ച് പെൺകുട്ടികളൊക്കെ ഇപ്പം ഇന്നാളൊരു പെണ്ണും ഒരാണും കൂടി പോകുന്നുണ്ട്. പെണ്ണിന് 19.5 വയസ്സ്, ആണിന് 48. ഒരു നീളാന്തോട്ടി ഒരു ചങ്ങായും പെണ്ണും കൂടി ഇങ്ങനെ പോകുന്നുണ്ടോക്കും ബെറ്റിലെ കൂടി ഏണി കൊണ്ടോണമായിരുന്നു. എവിടുന്നേ കുട്ടി അതിനെ കിട്ടിയോ വെച്ച് നോക്കുമ്പോൾ വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. പെൺകുട്ടികളെ ചതിപ്പെടാൻ നിൽക്കേണ്ടി. നിങ്ങളെ ചോര ഊറ്റി കുടിക്കാൻ ഒരുപാട് കഴുകക്കണ്ണുകൾ ചുറ്റുഭാഗത്തുണ്ട്. അതിലൊന്നും പെട്ടുപോകാൻ നിൽക്കരുത്. അള്ളാഹു നമ്മളെ പെൺമക്കൾക്കൊക്കെ നല്ല ഖൈറ് കൊടുക്കണേ അല്ലാ, നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. പെൺമക്കളെ അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണ്ടെന്നല്ല, നിങ്ങൾ പഠിക്കും, നല്ലപോലെ പഠിക്കും. ഞാനും പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. 200 പെൺകുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആ പെൺകുട്ടികളെ ഇന്ന് ആ പെൺകുട്ടികളെ മൊത്തം ഇരുത്തിയിട്ട് നമ്മളെ പഠിപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു അത്? ഒരു പെണ്ണ് രോഗിയായി കിടന്നു, എന്നിട്ട് അടുത്തത് ആ പെണ്ണ് മരിച്ചിട്ട് രോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്, മരിച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു മയ്യത്ത് കുളിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെത്തിട്ട് യാ റബ്ബ് യാ റബ്ബ്. പെൺകുട്ടികൾ പഠിക്കും, ശാസ്ത്രം പഠിക്കും, ഡോക്ടറാക്കി ഒക്കെ പഠിച്ചോളി. പക്ഷെ എന്തു വേണം? എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ഇസ്ലാമോട് കൂടെ ഉയരണം, ഈമാനോട് കൂടെ ഉയരണം, മാതാപിതാക്കളോട് കൂടെ ഉയരണം, നിശ്ചിത സമയമെത്തുമ്പോൾ ഭർത്താവിനോട് കൂടെ ഉയരണം. അതാണ് വേണ്ടത്. അല്ലാതെ കുറച്ചാണ് പഠിച്ചാകുമ്പോഴേക്ക് ഇനി ഭർത്താവിനെ വേണ്ട, ഇനി ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട. അങ്ങനെ ഒരിക്കലും എൻ്റെ പെൺമക്കളെ ചിന്തിച്ചു പോകല്ലേ, ആൺകുട്ടികളെ ആലോചിച്ചു പോകല്ലേ. ബഹുമാനപ്പെട്ട ഔസുല്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ വരാം. 2 സ്ത്രീകളാണ് അവളെ വീട്ടിലുള്ളത്. ഒന്ന് ബീവി ഉമ്മുൽ ഖൈർ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഉമ്മയാണ്. മറ്റൊന്നാരാ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വാപ്പൻ്റെ പെങ്ങള് അമ്മായി ആയിഷത്ത് റളിയല്ലാഹു അൻഹയാണ്. അവർ 2 പേരും ആ വീട്ടിലുള്ളപ്പോൾ ആ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ബഹുമാനപ്പെട്ട ജീലാൻ പ്രദേശം. ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കേരളം പോലെയാണ്. മലകളും അതേപോലെ തന്നെ കുന്നുകളും അതേപോലെ തന്നെ ചെടികളും വൃക്ഷങ്ങളും കൃഷികളും ഒക്കെ ഉള്ള ഏരിയയാണ്. ഏകദേശം കേരളം പോലത്തെ ഒരു സ്ഥലമാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ജനിച്ച ഏരിയ. അല്ലാഹു റബ്ബി, അവിടെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ അമ്മായിയും ആ വീട്ടിൽ താമസിക്കുമ്പോൾ നാട്ടിൽപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉമ്മമാരെ ഒന്ന് ദുആ ചെയ്യണമല്ലോ, നമ്മൾ വല്ലാത്ത കഷ്ടപ്പാടിലാണ്. എന്താ കാര്യം? നിങ്ങൾ ഓർത്തു നോക്കിയ കേരളത്തിൽ ഒരു കൊല്ലം മഴയില്ലാതിരുന്നാൽ എന്താണ് അവസ്ഥ? ഇതേപോലെ കൃഷികളും അതുപോലെ തന്നെ ചെടികളും പുഴകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ നാട്ടിൽ ഒരു കൊല്ലം മഴ കിട്ടിയില്ല. മഴയില്ലാതായപ്പോൾ കൃഷി ഉണങ്ങിപ്പോയി, മഴയില്ലാതായപ്പോൾ കിണറ്റിൽ വെള്ളം പറ്റിപ്പോയി, പുഴയിൽ വെള്ളം പറ്റിപ്പോയി, എവിടെയും വെള്ളമില്ലാതെ വിഷമിച്ചു. പറക്കുന്ന പക്ഷികളൊക്കെ ജറക് താഴെ വീണു. ഗർഭിണികളായ പെണ്ണുങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ എല്ലാവരും വിഷമിച്ച് പ്രയാസപ്പെട്ടപ്പോൾ മഴയ്ക്ക് വേണ്ടി തേടിക്കൊണ്ട് നാട്ടുകാർ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വീട്ടിലെത്തി. 2 ഉമ്മമാരാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പെങ്ങള്, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ അമ്മായി, അല്ലാഹു റബ്ബി, വീട്ടിൽ നിന്ന് ഒരു ചൂലെടുത്തിട്ട് മുറ്റത്ത് കുറച്ച് സ്ഥലം നല്ലപോലെ അടിച്ച് വൃത്തിയാക്കി. അല്ലാഹു റബ്ബി മാലിന്യങ്ങളൊക്കെ നീക്കി നല്ല വൃത്തിയാക്കിയിട്ട് വധുവോടുകൂടെ ആ ഉമ്മ അടിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് നിന്നുകൊണ്ട് ചുറ്റുഭാഗത്ത് ഉമ്മമാരൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ അമ്മായി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി അങ്ങോട്ട് ദുആ ചെയ്തു. ശുദ്ധമായ ഭൂമിയിൽ നിന്നുകൊണ്ട് വധുവോടുകൂടെ
ഈ നാട്ടിലുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും വണ്ടുപ്രാണികൾക്കും മനുഷ്യർക്കും അല്ലാ പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കും വെള്ളം കിട്ടാതെ വിഷമിക്കുകയാണ് അല്ലാ. ഇനിയും മഴ കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിലെ കൃഷിയൊന്നുമില്ലാതെ വന്നാൽ പട്ടിണി കടന്ന് മരിച്ചു പോകും അല്ലാ. അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്തിൻ്റെ മഴ തരണേ അല്ലാ. മുഹൈദ്ദീൻ ശൈഖ് തങ്ങൾ അമ്മായി അങ്ങ് ദുആ ചെയ്തു. ആ ദുആ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കാർമേഘം 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 അല്ലാ. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വന്നിരിക്കുന്ന ആളുകൾ മഴ കൊണ്ടുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. മഴ കൊണ്ടുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തഖ്വയുള്ള ജീവിതം ഒരു പെണ്ണ് കാഴ്ചവെച്ചാൽ അള്ളാഹു തആല പെണ്ണാണെന്ന് കൊണ്ട് രണ്ടാം സ്ഥാനം കൊടുക്കുന്നില്ല, അവർക്ക് ഉന്നത പദവിയുണ്ട്. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ 60 വയസ്സായപ്പോഴാണ് മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത്. കിതാബുകളിലൊക്കെ കാണുന്ന ഒരു അത്ഭുത ചരിത്രമുണ്ട്. എന്താണ്? തൊബരിസ്ഥാൻ ജില്ലയിൽ മുഹൈദ്ദീൻ ശൈഖ് തങ്ങൾ പ്രസവിക്കുന്ന അന്ന് 1000 1200 സ്ത്രീകൾ ഗർഭിണികളാണ്. മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെ പ്രസവിക്കുന്ന അന്നത്തെ രാത്രി ആ ദിവസം എല്ലാ സ്ത്രീകളും പ്രസവിച്ച സ്ത്രീകളൊക്കെ പ്രസവിച്ചത് ആൺകുട്ടികളെയാണ്. മുഹൈദ്ദീൻ ശൈഖ് തങ്ങൾ അന്ന് ജനിച്ച ബർക്കത്ത് കൊണ്ട് 1000 1200 സ്ത്രീകൾ പ്രസവിച്ചിരിക്കുന്ന മുഴുവൻ ആൺകുട്ടികൾ, ആ കുട്ടികളെല്ലാം പിന്നീട് ഔലിയാക്കളായി. അവരെല്ലാവരും പിന്നീട് ഔലിയാക്കളായി. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ബഗ്ദാദ് എന്ന കിതാബ് 40 വാള്യമാണ്. ഓരോ വാള്യവും 1000 പേജിലധികമുണ്ട്. ബഗ്ദാദിൽ മാത്രമുള്ള ഔലിയാക്കളെ എഴുതിയിട്ട് ചരിത്രം തീർന്നിട്ടില്ല. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെ ഉമ്മ മകനെ പഠിപ്പിച്ചെടുത്തിരിക്കുന്ന ചരിത്രമൊക്കെ എത്രയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ 2 ഉമ്മമാർ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ആ 2 ഉമ്മമാരും ഒരു അത്താണിയാണ്. ഓ സഹോദരിമാരെ, ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എത്ര ഉമ്മമാരെ കാണാം. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അല്ലാഹു റബ്ബി, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അല്ലാ, ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് പടച്ച റബ്ബിനോട് സങ്കടം പറഞ്ഞുകൊണ്ട് ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്ന ഉമ്മമാരെത്ര പേരുണ്ട്. ഇപ്പോഴത്തെ ഫലസ്തീൻ, ഗസ, ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ സിയാറത്തിന് പോയി. നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനായ ചേറൂര് അബ്ദുള്ള മുസ്ലിയാർ, അദ്ദേഹമാണ് ആ സിയാറത്തിന്റെ ഏറ്റവും വലിയ ടോപ്പ് നേതാവ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ടൂർ പരിപാടിയൊക്കെ തുടങ്ങിയത് അദ്ദേഹം, പല സ്ഥലത്തും യാത്ര ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. ബഗ്ദാദിൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഫലസ്തീനിൽ ചെന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് പോകുന്ന വഴി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെട്ട സ്ഥലമുണ്ട്. അവിടെ ഒരു പ്രത്യേക മക്കാമ് സിയാറത്ത് ചെയ്യാനുണ്ട്. ആ മക്കാം എങ്ങനെയാണ്? ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങനെയാണ്ട് അണ്ടർഗ്രൗണ്ടില്ല. അവിടെ അങ്ങോട്ട് ചെന്നാൽ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, അവരെ ചുമരിൽ ചരിത്രം എഴുതിയിട്ടുണ്ട്. യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ ഉമ്മമാരെ, രാത്രി പാതിരയാകുമ്പോൾ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ രാത്രി സമയത്ത് എഴുന്നേറ്റ് wudu ചെയ്തു, നിസ്കരിച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് റബ്ബിന് മുമ്പിൽ കരയുകയാണ്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അല്ലാഹുവേ, നിന്നെ കാണാൻ, അല്ലാഹുവേ നിന്റെ ലിഖായ് കിട്ടാൻ, അല്ലാഹ് നിന്റെ സ്വർഗത്തിൽ നിന്റെ ലിഖായ് കണ്ട് ആനന്ദിക്കാൻ ആശിച്ച് മോഹിച്ച് ദാഹിച്ച് ഇതാ പാവപ്പെട്ട ഒരു പെണ്ണ് പാതിരാ സമയത്ത് റബ്ബേ രാജാക്കന്മാരെ വാതിലടച്ചു, മുതലാളിമാരെ വാതിലടച്ചു, അങ്ങാടികളെ വാതിലടച്ചു, സാധാരണക്കാരൻ്റെ വാതിലടച്ചു. പാതിരാവിൻ്റെ കൂരിരുട്ടിൽ എല്ലാവരും വാതിലടച്ച് കിടക്കുകയാണ്.
റബ്ബേ നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ. പാതിരാവിന്റെ സമയത്ത് റബ്ബേ നിന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ ഇതാ ഒരു പാവപ്പെട്ട പെണ്ണ് നിൽക്കുന്നു. റാബിഅത്ത് റളിയല്ലാഹു അൻഹാ റബ്ബിന് മുമ്പിൽ കരയുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, കരയാതെ ആരും ലോകത്ത് കഴിഞ്ഞിട്ടില്ല. ഏതൊരു നബിയുടെ ചരിത്രം എടുത്താലും കരഞ്ഞുകൊണ്ട് കാര്യം നേടിയത്, ഏതൊരു വലിയന്റെ ചരിത്രം എടുത്താലും കരഞ്ഞുകൊണ്ട് കാര്യം നേടിയത്. യാ റബ്ബ് യാ റബ്ബ്. കണ്ണീരിന് വലിയ വിലയാണ്. അള്ളാഹിന്റെ അടുക്കൽ കണ്ണീരിന് വലിയ വിലയാണ്. മുത്തുനബിന്റെ അടുക്കൽ കണ്ണീരിന് വലിയ വിലയാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെയൊക്കെ അനുസ്മരിക്കുന്ന നാം അവരുടെ കണ്ണീരൊഴുക്കിയത് ഓർക്കണം. അല്ലാഹു റബ്ബി, ഈ മാസം എത്ര പേരാണ്? ബഹുമാനപ്പെട്ട ഗൗസുൽ മാസമാണ്. അതേപോലെ മുസ്ലിം കേരളത്തിന് മറക്കാൻ കഴിയാത്ത സമസ്ത എന്ന പണ്ഡിത സഭയുടെ അധ്യക്ഷ കസേരയിൽ 40 വർഷത്തോളം ഇരുന്ന മഹാനാണ് താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ. സുബ്ഹാന ജല്ല ജലാലു. പാതിരാ സമയത്ത് 11 റക്അത്ത് വിത്റും തഹജ്ജുദും നിസ്കരിച്ചിട്ട് ഉപ്പാപ്പ കരയുകയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, എല്ലാ റമളാനിലും ഉപ്പാപ്പ 15 ഖത്തം തീർക്കും. ഒരു റമളാനിൽ 13 തീർന്നതുള്ളൂ. എല്ലാ റമളാനിലും 15 ഖത്തം തീർക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം. ഒരു റമളാനിൽ 13 തീർന്നതുള്ളൂ. ഉപ്പാപ്പാക്ക് സങ്കടമായി. അല്ലാഹുവിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞു, റബ്ബേ എൻ്റെ ഖുർആൻ ഓതി തീർന്നില്ലല്ലോ. എത്രയാണ് കരയുന്നത്? 95 വർഷം കരഞ്ഞില്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, യൂസുഫുൽ ജീലാനി തങ്ങൾ വൈലത്തൂര് ഇപ്പൊ ആണ്ട് നടക്കാണ്. ഇന്നലെ ഇന്ന് നാളെ. ഓ പ്രിയപ്പെട്ടവരെ, ആ യൂസുഫുൽ ജീലാനി തങ്ങൾ പാതിരാ സമയത്ത് 3 മണിക്ക് എഴുന്നേറ്റ് ശരീരത്തിൽ ഇങ്ങനെ വെള്ളമൊഴിക്കും ഉറക്കം വരാതിരിക്കാൻ. എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടി നിന്നിട്ട് ദിക്ർ ചൊല്ലും. യാ റബ്ബ് യാ റബ്ബ്. അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാന്മാരെ ചരിത്രം നോക്കേണ്ട എത്ര ആളുകളാണ് രാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ കരയുകയാണ്. കരഞ്ഞ് കാര്യം നേടുക എന്നത് നമ്മളെ ചെറിയ കുട്ടികളെ കണ്ട് പഠിക്കണം. നമ്മളെ ചെറിയ മക്കളില്ലേ, വീട്ടിൽ ജനിച്ചിരിക്കണം ചെറിയ കുട്ടി, നൊന്ത് പ്രസവിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആ ഉമ്മാക്ക് കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ മനസ്സിലാവും. ഓപ്പറേഷൻ ചെയ്തെടുത്തതല്ലേ ഞാൻ പറഞ്ഞു. ഇപ്പൊ പെണ്ണുങ്ങൾ നേരത്തെ തന്നെ പറയാണ് എനിക്ക് ഓപ്പറേഷൻ മതി. അബദ്ധം ചെയ്യല്ലേ ഉമ്മമാരെ. അല്ലാഹു തആല വെച്ചതാണ് പ്രസവം. അത് നിങ്ങളാ വിചാരിക്കുന്ന വിഷമൊന്നും നോക്കണ്ടല്ലേ. ഇപ്പൊ കണ്ട ഭൂമിയിൽ കാണുന്നതൊക്കെ പ്രസവിച്ചുണ്ടായത് തന്നെയാണ്. ആട് പ്രസവിക്കുന്നുണ്ട് അല്ലേ, പശു പ്രസവിക്കുന്നുണ്ട്, ജീവജാലങ്ങളൊക്കെ പ്രസവിക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരാൾ മാത്രമൊന്നല്ല പ്രസവിക്കണത്. അല്ലാ, ഈ കാണുന്ന എല്ലാ ആണും പെണ്ണും പ്രസവിച്ചുണ്ടായതാണ്. പ്രസവത്തിന് തയ്യാറാകണം. സ്വർഗം. അല്ലാ, നല്ലൊരു മോള്, നല്ലൊരു മോന്. യാ റബ്ബ് യാ റബ്ബ്. മക്കളുണ്ടായിക്കോട്ടെ ഉമ്മമാരെ. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി. അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നിങ്ങളിപ്പോൾ എത്ര ആൾ ആമീൻ പറഞ്ഞു? അല്ലാഹു റബ്ബി. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരൊക്കെ കൂടെ ഒരു 500 ആളുണ്ടാവും അല്ലേ? അല്ലാഹു റബ്ബി. ഇല്ലെങ്കിൽ 300 ആളെ കൂട്ടിക്കോളി. ഒരു 300 ആളുണ്ടാവും. 300 ആൾ നമ്മളുണ്ടെങ്കിൽ നമ്മളൊപ്പം 2 മലക്കുകളുണ്ടോ അല്ലേ? പടച്ചോനെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മളെ ദുആക്ക് മലക്കുകൾ ആമീൻ പറയോ പറയില്ലേ? നിങ്ങൾക്കൊരു സംശയം, മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബികളും ഇല്ല. ആമീൻ പറയോ പറയില്ലേ എന്ന് സംശയിക്കണമെങ്കിൽ ഇപ്പം മലക്കുകളെ കൂട്ടത്തിൽ വഹാബി ഉണ്ടാവും. മലക്കുകളെ കൂട്ടത്തിൽ ജമാഅത്ത് നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം. ആ മലക്ക് ജമാഅത്തുകാരനാണോലോ, മറ്റേ മലക്ക് മുജാഹിദാണോലോ, അതുവരെ കേട്ടിക്കണം. അപ്പോൾ ഒരു ആമീൻ അപ്പം നമ്മൾ എത്ര ആളുണ്ട്? നമ്മൾ 300 ആള്. അപ്പം നമ്മളെ മലക്കുകൾ 2 ആളുണ്ട്. മലക്കുകൾ എത്ര ആളുണ്ട്? 600 ആള് അല്ലേ? അപ്പം ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ അമ്മാക്കും ബാപ്പാക്കും ദ്വാർന്നപ്പോൾ 1000 ആമീനായി. ഓല് എവിടെയോ കബറിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് കിട്ടി 1000 ആമീന്. 1000 ആമീൻ നമ്മൾ ഭൂമിയിൽ നിന്ന് ചെല്ലിയാൽ അത് കബറിലേക്ക് കൊടുക്കുമ്പം 1-ന് 10 അപ്പം എത്രയായി? 1000 10 എത്രയായി? 10000 ആമീൻ. എൻ്റെ അമ്മാൻ്റെ പനി കബറിലേക്ക് 1000കണക്കിന് ആമീൻ കൊടുത്തയച്ചിട്ടല്ലാതെ ഒരൊറ്റ ദിവസവും ഞാൻ ഉറങ്ങാറില്ല. എൻ്റെ അമ്മ ഞാൻ പ്രസവിക്കണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഉമ്മാക്ക് ഇപ്പോൾ ഈ ലാഭം കിട്ടുമോ? എൻ്റെ ഭാര്യ പ്രസവിക്കണ്ടെന്ന് ഞാൻ വെച്ചാൽ എൻ്റെ കബറിലേക്ക് കിട്ടുമോ? ഓ പ്രിയപ്പെട്ട മക്കളെ,
ഗർഭം ധരിക്കുക, പ്രസവിക്കുക, മക്കളുണ്ടാകുക, നടക്കട്ടെ. യാ റബ്ബ് യാ റബ്ബ്. അള്ളാഹുവേ, ഞങ്ങളെ പെൺകുട്ടികൾക്കൊക്കെ നീ നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ, നല്ല അറിവ് കൊടുക്കണേ അല്ലാ, നല്ല ഉന്നതി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അർഹമുർ-റാഹിമേ, ഈ സഭ നീ കബൂലാക്കണേ അല്ലാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹിനോട് കരഞ്ഞോ? കരച്ചിലിങ്ങനെ കേട്ടാൽ പ്രസവത്തിന് വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മയാണെങ്കിൽ കുട്ടീൻ്റെ കരച്ചിലിങ്ങനെ കേട്ടാൽ അമ്മക്ക് മനസ്സിലാവും. കുട്ടീൻ്റെ കരച്ചിലിന് ഒരു ചൂണിങ്ങനെ വന്ന ആ ചൂണിങ്ങനെ കേൾക്കുമ്പോൾ അമ്മക്ക് മനസ്സിലാവും കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാനയക്കണ്. രണ്ടാമത് കുട്ടി വേറൊരു കരച്ചിൽ, ആ കരച്ചിൽ കേട്ടാൽ അമ്മക്കറിയാം കുട്ടി കിടക്കുന്നുറങ്ങണ തൊട്ടിയിൽ മൂത്രം ഒഴിച്ചിക്കണേ, വിരിപ്പ് മാറ്റി കൊടുക്കണം. കുട്ടിൻ്റെ വേറൊരു കരച്ചിലുണ്ട്, അത് കേട്ടാൽ അമ്മക്കറിയാം കുട്ടി കിടക്കണോടത്ത് എന്തോ കൊതുകോ എറുമ്പോ എന്തോ കടിച്ചിട്ടുണ്ടോ, അല്ലാ ഷെഡി കഴിച്ചു നോക്കാനും കുപ്പായം കഴിച്ചു നോക്കാനും ഒക്കെ നോക്കും. വേറൊരു കരച്ചിലുണ്ട് കുട്ടിയൊക്കെ, അല്ലാ ചിങ്ങമാസത്തിലെ മയം മാതിരി ഒരു മാറാത്ത കരച്ചിൽ. അപ്പം മനസ്സിലായി പാൽക്കായം കൊടുക്കാനേക്കുന്നത്. കരച്ചിലിങ്ങനെ കേട്ടാൽ തന്നെ അമ്മക്കറിയും. ആ കണ്ണുനീരോട്, ചെറിയ കുട്ടിക്ക് ഭക്ഷണം കിട്ടിയത് കണ്ണുനീരാണ്, മരുന്ന് കിട്ടിയത് കണ്ണുനീരാണ്, ഡ്രസ്സ് കിട്ടിയത് കണ്ണുനീരാണ്, എല്ലാ ആശ്വാസവും കിട്ടിയത് കണ്ണുനീരാണ്. അള്ളാഹു ആകുന്ന കഴിവിന് മുമ്പിൽ, അള്ളാഹു ആകുന്ന ഉടമസ്ഥന് മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ കരഞ്ഞോ? നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂലും 84 സ്വഹാബാക്കളും ഒരുമിച്ച് കൂടി ഒരു മരത്തിൻ്റെ തണലിൽ, ആ മരത്തണലിൽ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യുകയാണ് സ്വഹാബാക്കൾ. അല്ലാഹു റബ്ബി, മുത്തുനബിയുണ്ട്, 84 സ്വഹാബാക്കളുണ്ട്. അവരാ മരത്തിൻ്റെ തണലുണ്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ആ മരത്തിൻ്റെ ഒരു സന്തോഷം, പടച്ചോനെ റസൂലുള്ളാഹി എൻ്റെ തണലിലിരിക്കണത്, പടച്ചോനെ സ്വഹാബാക്കളാണല്ലോ എൻ്റെ തണലിലിരിക്കണത്. ആ മരത്തിൻ്റെ എത്ര വലിയ സന്തോഷമാണ്. അള്ളാഹ് സ്വഹാബാക്കൾ ഇങ്ങനെ എഴുന്നേറ്റ് മുത്തുനബിൻ്റെ കൈ പിടിച്ച് ബൈഅത്ത് നടന്നുകൊണ്ടേയിരിക്കുക. 83 സ്വഹാബാക്കളും ഷഹാദത്ത് കലിമ ചൊല്ലി റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്തു. 84ാമത്തെ സ്വഹാബി ആ സദസ്സിൽ അവസാനമായി ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റു. അല്ലാഹു റബ്ബി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവസാനത്തെ ബൈഅത്തിന് വേണ്ടി എഴുന്നേറ്റിട്ട് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഈ ബൈഅത്തുണ്ടല്ലോ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണാവോ, ഞങ്ങൾക്ക് കിട്ടുന്ന വിജയം എന്താണാവോ എന്ന് ആ സ്വഹാബിയാണ് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുഖൂലുൽ ജന്ന, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകാം. നമുക്ക് ശാശ്വതമായ സ്വർഗം, സന്തോഷത്തിൻ്റെ ലോകമായ സ്വർഗം, ഐശ്വര്യത്തിൻ്റെ ലോകമായ സ്വർഗം. അല്ലാഹു റബ്ബി, സ്വർഗലോകത്ത് നമുക്ക് സന്തോഷത്തോടു കൂടെ താമസിക്കാം. അതങ്ങ് കേട്ടപ്പോൾ യാ അല്ലാ, 84ാമത്തെ സ്വഹാബിയുടെയും ബൈഅത്ത് തീരുകയാണ്. അതാണ് കേട്ടപ്പം മുകൾ ഭാഗത്ത് നിന്ന് ഒരു കണ്ണുനീരിങ്ങനെ വിറ്റു വീണു. മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു. അള്ളാഹു റസൂൽ ഇങ്ങനെ നോക്കി, ആരാണ് കരയുന്നത്? നോക്കുമ്പോൾ ആ മരം കരയുകയാണ്. അവർക്ക് തണലിട്ട് കൊടുത്തിരിക്കുന്ന മരം കരയുകയാണ്. അള്ളാഹു റസൂൽ ചോദിച്ചു, മാലക്കി, നീ എന്തിനാണ് കരയുന്നത്? ആ മരത്തോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നതിന്, മാലക്കി, നീ എന്തിനാണ് കരയുന്നത്? ആ മരം മുത്തുനബിയോട് സംസാരിക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എൻ്റെ തണലിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണ്, എന്തൊരാസ്വാദമാണ്, എന്തൊരാഹ്ലാദമാണ്. അല്ലാ, നിങ്ങളൊക്കെ ഇനി ഇവിടുന്ന് പിരിയാണല്ലോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് പിരിയണത്? സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം, സ്വർഗത്തിൽ കണ്ടുമുട്ടാം, സ്വർഗത്തിൽ ആശ്വസിക്കാം, സ്വർഗത്തിൽ ആസ്വദിക്കാം. ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ പിരിയുന്നത്. ഞാനിവിടെ വെയിലും കൊണ്ട്, മഴയാണെങ്കിൽ മഴയും കൊണ്ട് എൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എനിക്കിനി പൂക്കളുണ്ടാവൂല, ഞാനിനി ഇവിടെ കടന്ന് നശിച്ചു പോകണ്ടേ നബിയേ? ഇതാലോചിക്കുമ്പോൾ എനിക്ക് കരയുകയല്ലാതെ എന്തു ചെയ്യും? ആ കണ്ണുനീരാണ് കണ്ടപ്പോൾ അല്ലാഹു റസൂൽ ആ മരത്തോട് പറഞ്ഞു, നീ ബേജാറാവണ്ട, അന്തിമിൻ അഹ്ലിൽ ജന്ന, നീയും സ്വർഗത്തിൽ ഞങ്ങളോട് കൂടെയാണ്. മറ്റൊരു ചരിത്രത്തിൽ അന്തിമിൻ അഹ്ലിഹാ, നീയും സ്വർഗത്തിന്റെ അവകാശിയാണ്. മരം കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മരത്തെ സ്വർഗത്തിന്റെ അവകാശിയാക്കി കൊടുത്തു. കണ്ണുനീരിന്റെ വില അതാണ്, കണ്ണുനീരിന്റെ വില അതാണ്. മക്കത്തുൽ മുക്കറമയിലെ ഖബർസ്ഥാൻ, ജന്നത്തുൽ ബഖീഅ്, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ വിശ്രമിക്കുന്ന സ്വർഗം.
മദീന മുനവ്വറയിലെ 20,000-ഓളം വരുന്ന സ്വഹാബാക്കളും ഇമാം മാലിക് തങ്ങൾ അടക്കമുള്ളവർ വിശ്രമിക്കുന്ന ജന്നത്തുൽ ബഹുമാനപ്പെട്ട ബഖീഉൽ ഗർഖദ്. അല്ലാഹു റബ്ബി, നമ്മുടെയൊക്കെ പഴമക്കാരായ ആളുകൾ വിശ്രമിക്കുന്ന ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിലെ ഖബറുകളെ പറ്റിയൊക്കെ അല്ലാഹു റസൂൽ ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഖബർ ഒരു പക്ഷേ സ്വർഗ പൂങ്കാവനമാണ്. നമ്മൾ നാട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും മക്കളും എന്തൊരു സന്തോഷത്തിലാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ താമസിക്കുമ്പോൾ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും വാത്സല്യം കൊടുത്തും സന്തോഷിച്ചും ആ ഇണജീവിതമുള്ള ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവാത്സല്യമുള്ള ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ജീവിച്ചാൽ في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. മുഹീദ്ദീൻ ശൈഖ് തങ്ങളും അല്ലാഹുവിടുത്തെ ഉമ്മയും അല്ലാഹു റബ്ബി, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാവരും ഭൂമിയിൽ ജീവിച്ചപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നല്ല പോലെ ശുദ്ധിയും ബുദ്ധിയും ഉള്ള സമയത്ത് നിസ്കാരം ഉപേക്ഷിക്കരുത്. നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. നിലത്ത് സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ പാരായണം. നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. ഏതൊരു വലിയൻ്റെയും ഏതൊരു വലിയത്തിൻ്റെയും ആരെ ചരിത്രം നോക്കിയാലും ഖുർആൻ ഓതുന്നവർ, ഓ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ പൊരുത്തമില്ലാത്ത ഒരു സ്വർഗം കിട്ടൂല. സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കാൻ അള്ളാഹു അധികാരപ്പെടുത്തിയ ഒരേ ഒരാൾ ഉമ്മയാണ്. ഉമ്മാൻ്റെ അടുത്ത് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെന്നാൽ സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ്. അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന കവാടമാണ് വാപ്പ. ഉമ്മാൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങുക. ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ വാപ്പ ഉണ്ടാവും ഗേറ്റിന്റെ അടുത്ത്, ടിക്കറ്റ് വാപ്പാൻ്റെ അടുത്ത് കൊടുക്കുക. ഉമ്മയും ബാപ്പയും കൂടി ആ ടിക്കറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ ചാവിയുണ്ട്. ചാവി ആരെടുത്താ? അത് വലിയ ഉസ്താദിന്റെ അടുത്താ. അതാരാ? മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മളൊക്കെ മുഹീദ്ദീന്മാരിങ്ങനെ ചൊല്ലിയിട്ട് അല്ലാ തീരുപേരും സ്തുതിയും സലാവാത്തും ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി. ദുനിയാവിന്റെ ആഫാത്തുകൾ, മുസീബത്തുകൾ, പടച്ചോനെ കണ്ണേറിന്റെ മുസീബത്ത്, സിഹറിന്റെ മുസീബത്ത്, അസൂയന്റെ മുസീബത്ത്, പടച്ചോനെ അപകടപ്പെട്ട മുസീബത്ത്, സാമ്പത്തികം നഷ്ടിട്ട് ആരോഗ്യം, പല നിരക്കുള്ള മുസീബത്ത് ഉണ്ടാവും. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് അങ്ങനത്തെ മുസീബത്തിൽ നിന്നൊക്കെ കാവലാകാൻ അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ബൈത്ത് ഇങ്ങനെ അവസാനത്തിൽ എത്തുമ്പോൾ ദുആ ആണ്. എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും, എന്നിട്ടോ എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. പഴമക്കാരായ നമ്മുടെ ഉമ്മമാര് ഓരോ വീട്ടിലും ചൊല്ലി, എല്ലാ വീട്ടുകാർക്കും എല്ലാവരും പറയാണ്. നമ്മളെ എല്ലാ വീട്ടിലും ആ ചൊല്ലല് നടക്കാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും ദുആ നടന്നു. പിഴയേറെ ചെയ്ത് നടന്നോരടിയാന്റെ പിഴകൾ പുറത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ലാ. എന്താണ് മുഹീദ്ദീൻ മാല? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്കൊക്കെ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തോടെ നമുക്കങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയോ അതല്ല യൂസുഫുൽ ജീലാനി തങ്ങളോ അടുത്ത കാലത്തായി നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന എത്രയോ ഔലിയാക്കൾ മഹാന്മാർ റബ്ബിന് മുമ്പിൽ കരഞ്ഞു. കണ്ണുനീർ നമുക്ക് സ്വർഗം സമ്പാദിക്കാനുള്ളതാണ്. അതാണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗലാ. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മനുഷ്യർ അവർ സമാധാനികളാണ്, അവർ വിനയമുള്ളവരാണ്, അവർ താഴ്മയുള്ളവരാണ്. അവരുടെ രാത്രി എങ്ങനെയാണെന്നറിയോ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ.
രാത്രി കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അർഹമുർ-റാഹിമേ ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ.